അയാളുടെ വീട്ടിൽ അമ്മയുണ്ട്, അയാളുടെ വീട്ടിൽ സഹോദരിമാരുണ്ട്. നമ്മുടെ സമൂഹം എങ്ങനെയെങ്കിലും വൈറലാകണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ഒരു മാനസിക രോഗം പോലെ പടർന്നു പിടിച്ച കാലത്താണ് നമ്മളുള്ളത്. ഇത്രയേറെ പ്രശ്നങ്ങളുടെ നടുത്തളത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഉസ്താദ് അതിനെതിരെ പ്രസംഗിച്ചാൽ അയാൾക്ക് കാലം തിരിഞ്ഞിട്ടില്ല, നാട് തിരിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. അയാളിലേക്ക് വരുന്നു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപദേശിക്കുന്ന നേരം അയാൾ നന്നാകണമെന്ന ലക്ഷ്യത്തോടെ ഉപദേശിച്ചോ, അയാൾ പ്രൈവറ്റായി വിളിച്ചു നിർത്തിയിട്ട് ഉപദേശിച്ചോ, അപ്പോഴാണ് അയാളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സയ്യിദ് തങ്ങളെ നിയോഗിക്കുകയാണ് അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ, ശരിയായ മതം പറഞ്ഞു കൊടുക്കാൻ. മുസൈലിമത്തുൽ കദ്ദാബിന്റെ സദസ്സിലേക്കാണ് ചെന്നു കയറിയത്. മുസൈലിമ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? അതെ, ഞാൻ വരുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ നിന്നാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഹബീബ്? ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ആശയം ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ് ഞാൻ. നിങ്ങളോട് സംസാരിക്കാൻ ഏർപ്പെടുത്തി അയച്ചതാണ്. അത് നിങ്ങളുടെ കൽബിലുള്ള ആശയം ഒന്ന് മാറ്റിവെക്കണം. ശരിയായ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശരിയായ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ അവസാനത്തെ ആൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പക്ഷേ ജനങ്ങളോട് പറയുന്നതോ നിങ്ങൾ പ്രവാചകനാണെന്നല്ലയോ? ആ പ്രവാചകത്വത്തിന്റെ വർത്തമാനം ഒന്ന് അവസാനിപ്പിക്കും മുസൈലിമ. മുസൈലിമ ചോദിച്ചു, ഇതാണോ നിങ്ങൾ എന്നോട് പറയാൻ വന്നത്? എന്നാൽ നിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഇയാളെ പിടിച്ചു ബന്ധസ്ഥനാക്കൂ. കൊട്ടാരത്തിന്റെ മുറ്റത്തുള്ള തൂണിലേക്ക് ബഹുമാനപ്പെട്ടവരെ ബന്ധിക്കുകയാണ്. നാലു ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള സൈന്യങ്ങളും അക്രമങ്ങളും സന്നിഹിതരാകുന്ന നേരം മുസൈലിമത്തുൽ കദ്ദാബിന്റെ ചോദ്യം വരികയാണ്, ഹബീബ്, ഓ ഹബീബ് ബിൻ സയ്യിദ്, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്മാറുമോ? ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുമോ? അല്ലാഹുവിന്റെ റസൂലിനെ നിഷേധിച്ചു കളയുമോ? അതശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ ഈ കാണുന്ന അധികാരങ്ങളും ആയുധങ്ങളും ആൾബലങ്ങളും അക്രമങ്ങളും എല്ലാം കാണുന്ന നേരത്തും നിനക്ക് ഉറക്കെ പറയാൻ കഴിയുന്നുണ്ടോ ഹബീബ്, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബിയാണെന്ന്? എന്റെ എല്ലാ തരത്തിലുമുള്ള ആക്രമങ്ങളും നിന്റെ നേരെ ഞാൻ അഴിച്ചുവിടുകയാണ്. ക്രൂരമായി നിന്നെ കൊലപ്പെടുത്താൻ പോവുകയാണ്, നിന്നെ ഇല്ലായ്മ ചെയ്യാൻ പോവുകയാണ്. നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും ഇവിടെ തുറന്നു കിടപ്പില്ലെന്നറിയാമല്ലോ. അതശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനിയും പറയുമോ ഹബീബ്, നിന്റെ പ്രവാചകനാവുന്ന മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന്? ഉടനെ ഹബീബ് ഇബ്നു സയ്യിദ് തങ്ങളുടെ പ്രഖ്യാപനം വരികയാണ്. നിന്റെ ആക്രമണങ്ങളും പടയാളികളും എല്ലാ തരത്തിലുള്ള ക്രൂരമായ മർദ്ദനങ്ങളും അഴിച്ചുവിട്ടാലും അതിന്റെ നടുത്തളത്തിൽ നിന്ന് എനിക്ക് പ്രഖ്യാപിക്കാൻ ഒരു പ്രഖ്യാപനമേ ഉള്ളൂ. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ആശയത്തിൽ നിന്ന് ഞാൻ പിന്നിലേക്ക് പോവുകയില്ല. ആ ആശയം വിട്ടിട്ടൊരു കളിയും എനിക്കില്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അന്തസ്തനായ നേരത്തും പറഞ്ഞിതാണ് എന്റെ ഈമാൻ. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ആശയം എന്റെ ഹൃദയമാണ്, ഈ ആശയം എന്റെ ഹൃദയമാണ്, എന്റെ ഈമാനാണ്. ആ ഈമാനിനെ ബലി കഴിക്കില്ല. നീ ഏതെല്ലാം നിലയിൽ എന്നെ ഇല്ലായ്മ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിലും മുസൈലിമ, നീ റസൂലാണെന്ന് ഞാൻ പറയില്ല. മഹാനായ ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ, ഹുമുൽ റിജാലു ബല
البدر في همة بل سادة الكبرى. മഹാന്മാരായ സഹാബത്തിന്റെ ഈമാൻ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല. എന്റെ വിശ്വാസം, എന്റെ ഐഡിയോളജി ഇതാണ്. ഇത് നമ്മുടെ കൽവിൽ ഉണ്ടാവണം. എന്റെ റസൂൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ദീൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതമാണ്. എന്റെ റബ്ബ് അല്ലാഹു അല്ലാഹു റളിതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂലാ. നമ്മുടെ മുൻഗാമികളുടെ ഹൃദയങ്ങളിലുള്ള ഈമാൻ എന്റെ റബ്ബ് അല്ലാഹു ആണെന്നും എന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി ആണെന്നും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ദീൻ ഇസ്ലാമാണെന്നും തികഞ്ഞ വിശ്വാസം ഉണ്ടായാൽ നമ്മൾ ഈ ഹറാമുകളുടെ അല്ലാഹുവിന്റെ ദീൻ വിരോധിച്ച സംഗതികളുടെ പിറകിൽ പോവുകയില്ല. അല്ലാഹുവിന്റെ ദീൻ വിരോധിച്ച സംഗതികളുടെ പിറകിൽ മുഴുവൻ ഓടില്ല. എനിക്ക് ജീവിക്കാൻ ഒരു ആശയമുണ്ട്, എനിക്ക് ജീവിക്കാൻ ഒരു ഐഡിയോളജി ഉണ്ട്, എനിക്ക് ജീവിക്കാൻ ഒരു മതം അല്ലാഹു എനിക്ക് തന്ന പരിശുദ്ധമായ ദീനുണ്ട്. കുറച്ച് സമയം മുസ്ലിം, കുറച്ച് സമയം മറ്റേതെങ്കിലും ആശയം, അങ്ങനെ ഒരു ശൈലിയില്ല. എപ്പോഴും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോഴാണ് ഏതോ സിനിമാ പാട്ടുകാരന്റെ ഗാനമേളയുണ്ട്, എന്റെ കൽബിൽ വരേണ്ട ചിന്ത അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹിയാണ്. അവിടുത്തേക്ക് ഇഷ്ടപ്പെട്ട പണിയാണ് ഞാൻ ചെയ്യേണ്ടത്, അവിടുന്ന് കാണിച്ചു തന്ന വഴിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്. ഞാനൊരു മുസ്ലിമാണ്. കണ്ട എല്ലാവരുടെയും ഗാനമേളകൾ പൊപ്പിച്ച് തുള്ളുക എന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ ശൈലിയല്ല. ഞാൻ തിരിച്ചു പോകാനുള്ള മുസ്ലിമാണ്. എന്റെ തറവാട് എന്നെ കാത്തിരിക്കുന്നുണ്ട്. അരുവികൾ ഒഴുകുന്ന സ്വർഗം എന്നെയും കാത്തിരിക്കുന്നുണ്ട്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. അല്ലാഹു ആ സ്വർഗ്ഗത്തിലെത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനൊരു ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്നയാളാണ്. എന്റെ ലക്ഷ്യം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗമാണ്. അവിടേക്ക് എന്നെ കൈപിടിക്കാനുള്ള നേതാവ് എന്റെ ഹബീബായ നബി തങ്ങളാണ്. അതിനുള്ള വഴി പരിശുദ്ധമായ ദീനാണ്. അത് പരിഗണിക്കുന്ന ഒന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദുനിയാവി ഓടുന്നതിനനുസരിച്ച് ഓടാനുള്ളതല്ല, അതിന്റെ പിന്നാലെ പായാനുള്ളതല്ല. ഞാനൊരു ശരിയായ മുസ്ലിമായിരിക്കണം എല്ലാ അർത്ഥത്തിലും. ഓ മുസ്ലിമാ, എന്നെ കൊല്ലാനാണോ നിന്റെ തീരുമാനം? എനിക്ക് മരണത്തെ പേടിയില്ല, എനിക്ക് മരണത്തെ പേടിയില്ല. ജീവിതത്തോട് കൊതിയും തോന്നിയിട്ടില്ല. നീ പറയുന്നത് നിന്റെ ആശയം സ്വീകരിക്കാനാണോ? ഹബീബ് ബിൻ സൈദിന് അതിന് സാധ്യമല്ല. എന്റെ ആശയം ഇതാ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട ഹബീബ് ബിൻ സൈദ് തങ്ങളുടെ അചഞ്ചലമായ ഈമാൻ അവിടുന്ന് അറിയാം. ഞാൻ ഇനി എന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയില്ല, ഞാൻ എന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു ചെല്ലുകയില്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുകയില്ല. എന്നെ കൊന്നുകളയുമെന്നറിയാം, ക്രൂരമായി ഇല്ലായ്മ ചെയ്യുമെന്നറിയാം. ഹബീബ് ബിൻ സൈദ് തങ്ങളുടെ പ്രഖ്യാപനത്തിൽ ഒരു മാറ്റവും ഇല്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.